ശബരിമലയിലെ വിലപ്പെട്ട വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിന്റെ തിരുവാഭരണ രജിസ്റ്ററിലും ക്രമക്കേട്. 2019 ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്നതിൽ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 2019 ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗമാണ് പരിശോധന നടത്തിയത്. ശബരിമലയിലെ സ്ട്രോങ് റൂമിലും ആറന്മുളയിൽ തിരുവാഭരണ കമ്മീഷണറുടെ ഓഫീസിനോട് ചേർന്നുള്ള സ്ട്രോങ് റൂമിലുമായിരുന്നു പരിശോധന. സ്വർണം, വെള്ളി, മറ്റ് അമൂല്യ വസ്തുക്കൾ എന്നിവ സൂക്ഷിച്ച ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ രജിസ്റ്ററിലും മഹസറിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തി. സ്വർണത്തിന്റെയും വെള്ളിയുടെയും രജിസ്റ്റർ കൃത്യമായി സൂക്ഷിച്ചിരുന്നില്ല എന്നും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി. സന്നിധാനത്ത് നടത്തിയ പരിശോധനയിലും ക്രമക്കേടുകൾ കണ്ടെത്തിയതോടെ ഉദ്യോഗസ്ഥ തലത്തിൽ നടപടികൾക്ക് ബോർഡ് ശുപാർശ ചെയ്തു. സ്ട്രോങ് റൂമിന്റെ ചുമതലയുണ്ടായിരുന്ന വിരമിച്ച ഉദ്യോഗസ്ഥന്റെ പെൻഷൻ തടഞ്ഞുവെക്കാനായിരുന്നു തീരുമാനം. ഓഡിറ്റ് വിഭാഗത്തിന് കൈവശമുള്ള രജിസ്റ്ററുകൾ നൽകിയത് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഡി സുധീഷ് കുമാർ ആയിരുന്നു. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് കണ്ടെത്തിയ ക്രമക്കേടുകളിൽ കൃത്യമായ പരിശോധനകളും തുടർ നടപടികളും ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് നടന്ന പല തട്ടിപ്പുകളും ഒഴിവാക്കാമായിരുന്നു. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.